KSRTC സ്റ്റാൻഡിലാണ് കേട്ടോ. ഈ KSRTC സ്റ്റാൻഡിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിട്ടോ. ഇത് നോക്കിയേ, അതായത് വെള്ളം കെട്ടിക്കെടുക്കുകയാണ്. അതായത് ഇത് മഴക്കാലത്ത് മാത്രമല്ല, എല്ലാ കാലങ്ങളിലും ഈ KSRTC എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ല ഏട്ടാ. ഈ പറഞ്ഞ പോലെയാണ് കെടുക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു വളവാണ്, കുണ്ടും കുഴിയാണത്. കുണ്ടും കുഴിയാണ് കേട്ടോ. KSRTCയുടെ എൻട്രി ആണ് ഇത്. കുണ്ടും കുഴിയായിട്ടൊക്കെ എടുക്കുന്നത്. ഇപ്പുറത്ത് നോക്കി നോക്ക് കേട്ടോ, മൊത്തം വേസ്റ്റാണ്. മൊത്തം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം വേസ്റ്റാണ്. ഇപ്പുറത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കെടുക്കുകയാണ്. ഇതിലൂടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളം കെട്ടിക്കെടുക്കുമ്പോൾ ഒരു നഗരത്തിലേക്ക് വേണ്ട മുഴുവൻ കൊതുകിനെയും ഇവിടുന്ന് നിരന്തരമായിട്ട് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൊതുകിൻ്റെ ശല്യം ജനങ്ങൾ അനുഭവിക്കുക. അതേപോലെ തന്നെ പല ബാക്ടീരിയാസ്, പല ഫംഗസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള പകർച്ചവ്യാധികളിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് മിക്ക KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഇത് തൃശ്ശൂരാണ്. എറണാകുളം KSRTC നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ, താങ്കളൊരു ഗതാഗത മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് താങ്കളുടെ ബസ് സ്റ്റേഷൻ ഏത് രീതിയിലാണ് കെടുക്കുന്നത്? താങ്കൾ ഒരുപാട് വട്ടം തൃശ്ശൂർ KSRTCയിൽ വന്നിട്ടുള്ളതല്ലേ. എറണാകുളം KSRTCയിൽ താങ്കൾക്ക് വരാൻ കഴിയില്ല, കാരണം അവിടെ ശുദ്ധവായു ശ്വസിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ താങ്കളൊരു ഗതാഗത മന്ത്രി ആയിരിക്കുമ്പോൾ ഇതൊന്നും താങ്കളുടെ കടമയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ. ജീവനക്കാരെല്ലാം മെഗാ ക്ലീനിങ്ങിലാണ്. കഴിഞ്ഞ ഒരു 16 സ്റ്റേഷനുകൾ അവർ മെഗാ ക്ലീനിങ് നടത്തിയിട്ടുണ്ട്.